Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നടൻ ശ്രീനിവാസനാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. കൊച്ചിയിൽ ക്യാൻസർ സെൻ്റർ തുടങ്ങരുത്, അതുകൊണ്ട് ഒരു രോഗി പോലും രക്ഷപ്പെടില്ല. അപകടകരമായ ചില പ്രശ്നങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മുളന്തുരുത്തിയിൽ ചോറിനൊരു കൂട്ടാൻ പദ്ധതിയിൽ താങ്കൾ ഇങ്ങനെ പ്രസംഗിക്കാൻ എന്താണ് കാരണം? അല്ല, അത് ഞാൻ അതിൻ്റെ എല്ലാ കാരണങ്ങളും അതിൻ്റെ വിശദീകരണവും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കഥയിലൂടെ സിനിമയായിട്ട് പൊതുജനം കാണും, അങ്ങനെ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പോൾ തൽക്കാലം നിവൃത്തിയില്ല. കാരണം ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ മുൻകൂട്ടി ഞാൻ തന്നെ പറയുന്നത് പോലെ ആയിപ്പോകും. അത് പാടില്ലല്ലോ. അപ്പോൾ ക്യാൻസർ സെൻ്റർ എന്ന് പറയുമ്പോൾ ക്യാൻസർ ചികിത്സ അതെ തീരെ വേണ്ട എന്നാണോ, അതോ ക്യാൻസറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക? അല്ല, അതായത് നമ്മൾ ഒരുപാട് ഇതിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ആൾക്കാരുടെ അത്തരം പഠനങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ കാര്യം പറഞ്ഞത്. കാരണം ഇത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന സംഭവം, ഇതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർ റിസർച്ച് ചെയ്ത ഫലങ്ങൾ പലതും തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള ആൾക്കാരുടെ തടവറയിലാണ് അതൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് മനസ്സിലാക്കിയിട്ടാണ് അത്രയും ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയുടെ കഥ അവരോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം പല ആൾക്കാരും പഠിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനേക്കാളും വലിയ ആളാണോ ഞാൻ എന്നൊക്കെ സംശയം തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല. ഞാൻ വ്യക്തമായ 48 PhDയും DSCയും ഡോക്ടർ ഓഫ് സയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 അൺഷെയർഡ് നൊബേൽ സമ്മാനം കിട്ടിയ ആൾക്കാരൊക്കെയുള്ള ആളുകളുടെ പഠനമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇവരെക്കാളൊക്കെ പഠിച്ച ആൾക്കാർ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ ഡോക്ടറാവേണ്ട ആവശ്യമില്ല, അത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാനും പഠിക്കാൻ ശ്രമിച്ചാൽ എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരാണ്, നോക്കിയാൽ എല്ലായിടത്തും ക്യാൻസറാണ്. അവരോടാണ് ശ്രീനിവാസൻ പറയുന്നത് നിങ്ങൾ ക്യാൻസറിന് ചികിത്സിക്കരുതെന്ന്. ക്യാൻസറിന് ചികിത്സിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നാണ്. കാരണം ഈ ഒരു സംഭവം ഒരു ഓങ്കോളജി മെഡിക്കൽ ജേണലിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കീമോതെറാപ്പി ചെയ്തിട്ടുള്ള ആളുകൾ 5 വർഷത്തിൽ കൂടുതൽ ജീവിച്ചവർ 2% മാത്രമേ ഉള്ളൂ. അത് അവരുടെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ് ആ ജേണലിൽ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിയായ ചികിത്സ എന്തെന്നുള്ളതാണ് ഞാൻ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ശരിയായ ചികിത്സ നമ്മുടെ ഈ അലോപ്പതി ചികിത്സയല്ലേ? അലോപ്പതി ചികിത്സ എല്ലാം ശരിയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാരുടെ കേസിൽ ചിലത് വിജയിച്ചേക്കാം. ചില ആൾക്കാരുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കായംകുളത്തുള്ള ഒരു ക്യാൻസർ വന്നിട്ട് RCCയിൽ 1 വർഷം കിടന്നയാൾ ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും അലോപ്പതിയിൽ അങ്ങനെ ഒരു വലിയ ചികിത്സയൊന്നുമില്ല, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ യോഗയും റോ ഫുഡും കഴിച്ചിട്ടാണ്. യോഗ ചെയ്തു, റോ ഫുഡ് കഴിച്ചു, അതേസമയം അലോപ്പതി ചികിത്സയും പാരലലായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ചുറ്റുപാടുണ്ടായിരുന്ന എനിക്ക് കിട്ടിയ ചികിത്സ അതേപോലെ കിട്ടിയിട്ടുള്ള രോഗികൾ മരിച്ചു പോവുകയും യോഗ ചെയ്യുകയും ഈ റോ ഫുഡ് കഴിക്കുകയും ചെയ്ത് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പം മാർഗങ്ങളൊക്കെ ഉണ്ട്, പലതരം മാർഗങ്ങളുണ്ട്. പക്ഷെ അത് അന്വേഷിക്കണം. ഇത് ഒരു തവണ കീമോ ചെയ്താൽ അടുത്ത തവണ ക്യാൻസർ വരാനുള്ള വിത്തിടുകയാണ് എന്നാണ് പഠിച്ചവർ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള പല കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് സിനിമയിൽ കാണാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സാർവത്രികമായി ക്യാൻസർ? അത് നമ്മുടെ ജീവിതശൈലി. നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നു. പ്രധാനമായിട്ട് ആഹാരവും നമ്മുടെ ജീവിതശൈലിയും എക്സസൈസും ഇതൊക്കെ ഇല്ലാത്തത്
പിന്നെ പെസ്റ്റിസൈഡ്സും രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒക്കെ കാരണമായിരിക്കും. പിന്നെ മോശമായ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരിക, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈവൻ നമ്മൾ ശ്വസിക്കുന്ന വായു പോലും പൊല്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം, പലതരം രോഗങ്ങൾ വരാം. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു വർഷം പുതുതായി 35,000 ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പഴയ ക്യാൻസർ രോഗികൾ അവിടെ തന്നെ ഉണ്ട്. ഇത്രയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞെട്ടിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണത്. അതിനെന്താണ് പോംവഴി? അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ നിന്ന് പോംവഴി നമ്മൾ ജീവിതം ആ രീതിയിൽ ക്രമീകരിക്കുക തന്നെയാണ് വേണ്ടത്. ഓരോ ആളും ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവർ കഴിക്കുന്ന ഭക്ഷണവും അവരുടെ ജീവിത രീതിയും എല്ലാം രോഗം വരാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർ ഓരോ ഇൻഡിവിജ്വൽ ശ്രമിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പറയാവുന്നത് ആഹാരം തന്നെയാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തവിട് ഇല്ലാത്ത അരി കഴിക്കുന്നത് വളരെ മോശമാണ്. പൂർണ്ണമായും 100% തവിടുള്ള അരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തവിട് ഫൈബറാണ്. ഒരുവിധം രോഗങ്ങളെയൊക്കെ പ്രതിരോധിച്ച് നിർത്താൻ തവിടിന് കഴിവുണ്ട്. പക്ഷെ നമ്മൾ സമ്പന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാർ ഏറ്റവും വെളുപ്പിച്ച് ഇസ്ത്രിയിട്ട അരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്കും അവരെ അനുകരിച്ചിട്ട് അവരും കഴിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? വലിയ വലിയ ആൾക്കാർ സമ്പന്നരാകാൻ വേണ്ടി അങ്ങനെ കഴിച്ച് ഇപ്പോൾ എല്ലാവരും അത് കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു മാറ്റം കുറേശ്ശെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരൊക്കെ തവിടുള്ള അരി, ഇപ്പോൾ നമ്മളവിടെ ഒരു കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിലൊരു ജൈവ പച്ചക്കറികളും അരിയും ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പ്, അവിടെ 60% വരെ തവിട് നിലനിർത്തിക്കൊണ്ടുള്ള അരി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് അടാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂരിനടുത്ത് ഉള്ള 83 ഏക്കറിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് വെച്ചാൽ പഞ്ചഗവ്യം, ഈ ജീവാമൃതം തുടങ്ങിയ സാധനങ്ങൾ ശരിക്കും മരുന്ന് പോലെയുള്ള സാധനങ്ങളാണ്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകവും മൂത്രവും പാലും തൈരും നെയ്യും നെയ്യും കൂടി ചേർത്തിട്ടുള്ള വളമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാർഷിക സർവകലാശാലയിലെ സയൻറ്റിസ്റ്റ് ജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ നെൽകൃഷി നടത്തിയത്. അവിടുന്ന് കൊണ്ടുവന്ന ഏറ്റവും പോഷക മൂല്യമുള്ള നെല്ല് കുത്തി അരിയാക്കിയ 60% തവിട് നിലനിർത്തി കൊണ്ടുണ്ടാക്കിയ അരിയാണ് ആ ഷോപ്പിൽ വിൽക്കുന്നത്. അത് വാങ്ങിച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്. അതിപ്പോൾ എല്ലാവർക്കും കിട്ടില്ലല്ലോ. പക്ഷേ സാർവത്രികമാക്കണം ഈ കൃഷി രീതി എന്നുള്ളതാണോ നിർദ്ദേശം? അതെ. അതോ പഴയ രീതിയിലേക്ക് തിരികെ പോകണം എന്നൊരു കൺസെപ്റ്റ് ഇപ്പോൾ ശ്രീനിവാസൻ മുന്നോട്ട് വെക്കുന്നുണ്ട്? ഇല്ല, പഴയ രീതി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പണ്ട് മുതൽ ഒരുപാട് കാലമായിട്ട് എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ശരിക്കും പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സും രാസവളങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് ഓർമ്മയുള്ളത്. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ വീട്ടിൽ 4 പശുക്കളുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. അപ്പം നമ്മളധികം അങ്ങനെ രാസവളം ഉപയോഗിച്ചതായിട്ട് എനിക്കറിവില്ല. പക്ഷെ പലരും ഉപയോഗിക്കുന്നത് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ഉണ്ടെങ്കിൽ വേറെ വളങ്ങളുടെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. അതിനാണ് നമ്മൾ നാടൻ പശുക്കളെ വളർത്തണമെന്ന് പറയുന്നത്. നാടൻ പശു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A2 പ്രോട്ടീനാണ് നാടൻ പശുക്കളുള്ളത്. മറ്റേ ക്രോസ് ബ്രീഡ് എല്ലാം A1 പ്രോട്ടീനാണ്. അത് ശരീരത്തിന് കേടാണ്. മറ്റേ നാടൻ പശുവിൻ്റെ ഇതാകുമ്പോൾ കുറച്ചൊക്കെ പാല് കുടിക്കാം, വലിയ കേടില്ല. പൊതുവേ ഈ പാല് അത്ര അത്യാവശ്യമായൊരു സാധനമാണെന്ന് തോന്നുന്നില്ല. സുഭാഷ് പലേക്കർ അതെ, ചില തിയറി കൊണ്ട് നടക്കുന്നുണ്ടോ? അതായത് ആരുടെയെങ്കിലുമൊക്കെ തിയറിയുടെ അതാണ് നല്ലത് എന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീനിവാസൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് നമ്മൾ അറിവ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നേടിയെടുക്കാവുന്നതാണ്. അറിവ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ആരിൽ നിന്നായാലും. ഇപ്പം ഞാൻ ഈ ജൈവ രീതിയിലുള്ള കൃഷി, നാച്ചുറൽ ഫാമിങ്ങിൻ്റെ, സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൻ്റെ ഉപജ്ഞാതാവാണ് ശരിക്കും പറഞ്ഞാൽ സുഭാഷ് പലേക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുപ്രകാരം ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ 30 ഏക്കറിൽ കൃഷി ചെയ്യാൻ ആ നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രം മതിയെന്നാണ്. അപ്പോൾ ഞാൻ ഈ നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ച്, സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിനെ കുറിച്ച് പല സ്ഥലത്തും സംസാരിക്കുന്നതിനിടയിൽ സ്പൈസസ് ബോർഡിൽ നിന്ന് വിരമിച്ച ഒരാൾ എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ദയവേത് ഇതുപോലത്തെ കാര്യങ്ങൾ ജനങ്ങളോട് പറയരുത്. നിങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സത്യമാണെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഈ രീതിയിലേക്ക് മാറും. ഒരിക്കലും
രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ കൃഷി വിജയിക്കില്ല, വിളവ് കിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ഫോൺ നമ്പർ അയച്ചു തരാം. എന്നിട്ട് ഞാൻ ഫോൺ നമ്പർ അയച്ചു കൊടുത്തു. അത് സുഭാഷ് പലേക്കറുടെ ഫോൺ നമ്പറായിരുന്നു. അദ്ദേഹത്തോട് വിളിച്ച് സംസാരിക്കും. ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അദ്ദേഹം ഒരുപാട് വർഷക്കാലം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹം സുഭാഷ് പലേക്കറിനെ വിളിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നെ പിന്നെ അദ്ദേഹം വിളിച്ചിട്ടില്ല. അതെനിക്കറിയാം. അപ്പോൾ സുഭാഷ് പലേക്കറിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ എല്ലാ കൃഷിയും രാസവളവും കീടനാശിനിയും എല്ലാം ഉപയോഗിച്ച് ധാരാളമായി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അദ്ദേഹം ആലോചിച്ചത് ഇങ്ങനെയാണ്: കാട്ടിൽ ഒരുപാട് മരങ്ങളും ഒരുപാട് പിന്നെ പലതരത്തിലുള്ള മരങ്ങളും ഒക്കെ വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അവിടെ ആരാണ് രാസവളം ഇടുന്നത്? ആരാണ് കീടനാശിനി അടിക്കുന്നത്? എത്ര പഴങ്ങൾ കാട്ടിലുണ്ട്, എത്ര ഭീമന്മാരായ മരങ്ങളുണ്ട്. ഇവർക്കൊക്കെ ആരാണ് വളം കൊടുക്കുന്നത്? ആരാണ് രാസവളം കൊടുക്കുന്നത്? ആരാണ് പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത്? അപ്പോൾ ഈ പ്രകൃതിയെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഈ മണ്ണ് നമ്മളായിട്ട് ചീത്തയാക്കുകയാണ്. ഇത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാൻ വലിയൊരു നോളജൊന്നും ആവശ്യമില്ലല്ലോ. അത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ പോയത്. പ്രകൃതിയിൽ ഇപ്പോൾ കാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? കാട്ടിൽ ഒരു ക്രമമുണ്ട്, ഒരു രീതിയുണ്ട്. അത് പ്രകൃതിയിൽ ഉള്ളതാണ്. ഈ വലിയ മരങ്ങളുടെ താഴെ ചെറിയ ചെടികളുണ്ടാവും. അതൊരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പിന്നെ സൂക്ഷ്മാണുക്കളുണ്ടാവും, മണ്ണിൽ പണിയെടുക്കുന്ന സൂക്ഷ്മാണുക്കൾ. മണ്ണിലുള്ള മൂലകങ്ങൾ മുഴുവൻ വേരിലൂടെ വലിച്ചെടുക്കാൻ വേണ്ടി ഈ മരത്തിനെ സഹായിക്കുന്ന ഘടകമാണ് ഈ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്നത്. അതിനെ മണ്ണിൽ പണിയെടുക്കും. അതിന് പകരമായിട്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മരത്തിൻ്റെ വേരുകളിൽ നിന്ന് ഒരുതരം ദ്രാവകം അത് പുറത്തേക്ക് വിടും. അത് ശരിക്കും ഈ സൂക്ഷ്മജീവികൾക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ മൃഗങ്ങളുടെ ഉച്ഛിഷ്ടം, അങ്ങനെ പിന്നെ പറവകളുടെ ഉച്ഛിഷ്ടം, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത്രയും വലിയ മരങ്ങൾ കാട്ടിലുണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ഒരു സാധനം ഇവിടെ നമുക്ക് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതുപോലെ തന്നെ നല്ല വളർച്ചയും കായ്ഫലവും ഒക്കെ തരില്ലേ എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പോൾ അതാണ് പുള്ളി കണ്ടുപിടിച്ച ജീവാമൃതം. കാട്ടിൽ ലാഭകരമായ ഒരു കാര്യവും നടക്കുന്നില്ല. കാട്ടിൽ അതങ്ങനെ അങ്ങ് വളർന്നാൽ മതി, എപ്പോഴെങ്കിലും കായ്ച്ചാൽ മതി. നമ്മൾ ഓരോ വർഷവും ഓരോ സീസണിലും ലാഭകരമായ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീനിവാസൻ തന്നെ ഒരു കൃഷി കർഷകനായി മാറുമ്പോൾ അവിടെ ലാഭം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? നഷ്ടം വരാതിരിക്കുക എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ന് നമ്മളിപ്പം ഇവിടെ മറ്റു ചാനലിലൊക്കെ കാണിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ 5.5 ഏക്കറിൽ പച്ചക്കറി കൃഷി, ഞാൻ താമസിക്കുന്ന വീടിനടുത്തൊക്കെയുള്ള അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളും ആ പച്ചക്കറി കായ്ച്ചു കിടക്കുന്നതിൻ്റെ ഫോട്ടോസും പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും തികച്ചും ലാഭകരമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയിട്ടാണ് ആ സംഭവം ചെയ്തത്. അതെല്ലാത്തിലും വന്നാണ് തെളിവാണല്ലോ അത്. ഞങ്ങളാകെ ഉപയോഗിച്ച് ചാണകവും ഈ ശീമക്കൊന്നയുടെ ഇലയും മിക്സ് ചെയ്തിട്ടുള്ളൊരു വളമാണ്, പിന്നെ ജീവാമൃതവും ആണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ലാഭകരമല്ല എന്നുള്ള പ്രചരണം നടത്തുന്നത് ഈ പിന്നെ ഈ കീടനാശിനി കമ്പനിക്കാരും രാസവളം വിൽക്കുന്നവരും ഒക്കെയാണ്. അതിട്ടാൽ അടുത്ത വർഷം കൂടുതൽ ഇടേണ്ടി വരും. ഈ രാസവളത്തിൻ്റെയൊക്കെ പ്രശ്നം അതാണ്. അടുത്ത വർഷം അതിലും കൂടുതൽ എടുക്കും. പക്ഷേ മണ്ണ് നശിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മണ്ണിരയാണ്. രാസവളം ഒരു തരി ഉണ്ടായാൽ മണ്ണിര ആ പ്രദേശത്ത് നിൽക്കില്ല. കീടനാശിനി അടിച്ചാൽ മണ്ണിര പോവും. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ ഞാൻ തന്നെ നേരിട്ട് ചെയ്ത കൃഷിയിലൂടെ ലാഭകരമായി ഇത് ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. അല്ലാതെ വേറെ ആരുടെയും പിന്നെ തോട്ടത്തിൽ പോയി കാണേണ്ട ആവശ്യം എനിക്കില്ല. ഒരു തിരിച്ചുപോക്ക്, നമ്മുടെ മണ്ണിനൊരു തിരിച്ചുപോക്ക് ഇപ്പോഴും സാധ്യമാണോ? മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഈ
രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാത്ത മണ്ണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഒരു 3 വർഷം കൊണ്ട്, ഇപ്പം 3 വർഷം മുമ്പ് റീസൈക്കിൾ ചെയ്യാൻ കഴിയും. കഴിയും. അതിന് പല മെത്തേഡുകളുണ്ട്. ഇപ്പം വളരെ നശിച്ചു പോയ ഒരു മണ്ണിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് പിന്നെ ചേർത്തലയിലുള്ള ശ്രീ KV ദയാൽ, അദ്ദേഹം ഇതിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. MG യൂണിവേഴ്സിറ്റിയിൽ ഈ കൃഷി രീതികൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്, ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സിൻ്റെ സിലബസ് ഉണ്ടാക്കിയ ആൾ ശ്രീ KV ദയാലാണ്. അപ്പോൾ അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, മണ്ണ് കേടാണെങ്കിൽ ചാണകം തളിക്കുക, അതിൻ്റെ മേലെ ഇല ഇടുക, കരിയിലകൾ, അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടുക, അങ്ങനെ പല ലെയറിലായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകം ഈ മണ്ണ് വളരെ പരിശുദ്ധമായ മണ്ണായി മാറുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. മോശമായ മണ്ണിനെ വളരെ വേഗം തന്നെ തിരിച്ച് നല്ല മണ്ണാക്കി മാറ്റാനുള്ള വിദ്യയാണ് അദ്ദേഹം. കേരളത്തിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ചില ശ്രമങ്ങളെങ്കിലും സമീപകാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയും CPIMൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ മുന്നേറ്റമായി മാറിയിരുന്നു. ഇതിനെ ഒന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമാക്കിയെടുത്ത് നമുക്ക് കേരള സംസ്ഥാനത്തെ ആകെ തന്നെ ഈ രാസവള നിരോധിത സ്ഥലമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ഒരു വിദൂര സ്വപ്നമെങ്കിലും ശ്രീനിവാസനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള ലക്ഷണങ്ങൾ പല സ്ഥലങ്ങളിലായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷത്തിൽ പരം ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. പക്ഷേ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇത് എത്തുന്നില്ല. പ്രത്യേകിച്ച് പത്രമൊക്കെ വായിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. പത്രങ്ങളിലൂടെയാണല്ലോ ഇതിൻ്റെയൊക്കെ കെടുതികളെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇപ്പം G. കാർത്തികേയൻ, അദ്ദേഹത്തിൻ്റെ മകൻ അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ പത്രക്കാരൊരു സർവേ നടത്തി. അപ്പോൾ G. കാർത്തികേയൻ മരിച്ച കാര്യം 10% ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അത് കേരളത്തിൽ. അപ്പോൾ എന്താണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ്, അത്രയും ആൾക്കാർ പത്രങ്ങളൊന്നും വായിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് കൂടി അറിവ് എന്ന് പറയുന്ന സാധനം എത്താനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടക്കണം. ഗവൺമെൻറ്റിനാണ് അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുക. അത് ഗവൺമെൻറ് ചെയ്യണം. 2016 ജൈവ സംസ്ഥാനമായി കേരളത്തെ മാറ്റും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. അത് നടക്കണം. അത് പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, അത് സംഭവിക്കണം, യാഥാർത്ഥ്യമാവണം. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുന്നണിയിൽ നിൽക്കാൻ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ കൃഷിയിലായിപ്പോയോ അല്ലെങ്കിൽ ജൈവ രീതിയിലേക്ക് മാറിപ്പോയോ? അതെ, ശ്രദ്ധ കുറച്ച് കൂടുതൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം എഴുന്നേറ്റാൽ രാവിലെ മുതൽ ആലോചിക്കുന്നത് ഇനി എന്ത്, എവിടെ, എങ്ങനെയൊക്കെ എന്തൊക്കെ കൃഷി ചെയ്യാം. നമ്മൾ ഇവിടെ വളരാത്ത പല സാധനങ്ങളും അല്ലെങ്കിൽ നട്ടാൽ മുളക്കാത്ത പല സാധനങ്ങളും ഉണ്ടല്ലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ടെറസിലൊരു വെജ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ എക്സോട്ടിക് വെജിറ്റബിൾസ് ഏകദേശമൊക്കെ ഉണ്ട്. നമ്മുടെ സീസണലായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ ഒക്ടോബറിലൊക്കെ മാത്രം നട്ടാൽ ശരിയാവുന്ന ബ്രോക്കോളി പോലെയുള്ള, കാബേജ് പോലെയുള്ള ആ സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷീറ്റാണ്, ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ്. അത് ഉപയോഗിച്ചിട്ട് 2 ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജൈവ രീതിയിലുണ്ടാക്കിയ പച്ചക്കറി കഴിക്കണം, അരി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 75% നമ്മുടെ ഫുഡ് റോ ആയി കഴിക്കണം, പച്ചക്ക് കഴിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലും പച്ചക്ക് കഴിക്കുന്നതാണ് നല്ലത്. വേവിക്കുമ്പോൾ അതിലെ പോഷക മൂലകങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മളിത് വെജിറ്റബിൾ മാത്രമായിട്ട് കാര്യമില്ല, അത് കഴിക്കേണ്ടതുപോലെ കഴിക്കണം. ഏറ്റവും നല്ലത് പച്ചക്ക് എത്രയൊക്കെ കഴിക്കാൻ പറ്റുമോ അത്രയും പച്ചക്ക് കഴിക്കുന്നതാണ് നല്ലത്. ഈ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ പശുക്കൾ നല്ല രീതിയിലുള്ള പശുക്കൾ ഇപ്പോൾ ലഭ്യമാണോ? ഈ പറയുന്ന ഇപ്പം 30 ഏക്കർ കൃഷിയിടത്തിന് ഒരു പശു എന്നുള്ള സുഭാഷ് പലേക്കറിൻ്റെ തിയറി ആണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമായ പശുക്കളുണ്ടോ? നമുക്ക് ആവശ്യമായ പശുക്കൾ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. എങ്കിൽ പോലും
1960 ഒരു നിയമം ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് നാടൻ പശുക്കളെയൊക്കെ തട്ടിക്കളയണമെന്നായിരുന്നു തീരുമാനം. അതൊരു വല്ലാത്തൊരു സ്റ്റഡിയില്ലാതെ എടുത്തൊരു തീരുമാനമായിരുന്നു. ഇപ്പം നാടൻ പശുക്കളുടെ മേന്മയെക്കുറിച്ചിട്ട് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ആളുകൾ വളർത്താൻ തുടങ്ങി. അപ്പം ഇപ്പം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ സൂക്ഷ്മാണുക്കളാണ് ചാണകത്തിലുള്ള. 1 ഗ്രാം ചാണകത്തിൽ 5 കോടി നാടൻ പശുക്കളുടെ ചാണകത്തിലാണ് സൂക്ഷ്മാണുക്കളുണ്ട്. കാട്ടിലെ സൂക്ഷ്മാണുക്കളെ പറ്റി പറഞ്ഞല്ലോ, അതേപോലെ 1 ഗ്രാം ചാണകത്തിൽ 5 കോടി സൂക്ഷ്മാണുക്കൾ. മറ്റേ ക്രോസ് പശുക്കളുടെ ഇതിൽ വിദേശ ഇനം പശുക്കളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ജേഴ്സി എന്നൊക്കെ പറയുന്ന, അപ്പോൾ അതിലൊക്കെ 1 ഗ്രാം ചാണകത്തിൽ 75,000 സൂക്ഷ്മാണുക്കളേ ഉള്ളൂ. 4,4 കോടിയുടെ വ്യത്യാസമാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം ആളുകൾ പഠിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നാടൻ പശുക്കളോടുള്ള സമീപനം മാറിയിട്ടുണ്ട്. അപ്പം നാടൻ പശുക്കൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഇന്ത്യയിലെ നാടൻ പശുക്കൾക്ക് മാത്രമായിട്ടുള്ളൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ നാടൻ പശുക്കളുടെ ദേഹത്ത് 7 വളയങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. ഈ വളയങ്ങളിലൂടെ സൂര്യൻ്റെ ഊർജ്ജം പിടിച്ചെടുത്തിട്ട് ഒരു 10-12-15 വർഷം ആകുമ്പോഴേക്കും കൊമ്പിനകത്തൊരു ഗോരോചനം എന്ന് പറയുന്ന ഒരു ദിവ്യ ഔഷധം രൂപപ്പെട്ടു വരുമെന്നാണ് അതിനെപ്പറ്റി പഠിച്ചവർ പറയുന്നത്. അപ്പോൾ ഇത് 7 വളയങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലെ മാത്രം പശുക്കൾക്ക് മാത്രമേ 7 വളയങ്ങളുള്ളൂ. വിദേശത്തൊക്കെയുള്ള പശുക്കൾക്ക്, അവിടുത്തെ നാടൻ പശുക്കൾക്ക് മാക്സിമം 5 വരെയേ ഉള്ളൂ, 5 വളയങ്ങൾ വരെയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് നിൽക്കുന്ന പ്രദേശത്തിൻ്റെ എന്തോ സവിശേഷതയാവാം. ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്, അതോ ഇതൊക്കെ തന്നെ വംശനാശം മറ്റു കഴിഞ്ഞോ? ഇല്ല, നമ്മൾ ശ്രമിച്ചാൽ ഇനിയും ഒരുപാട് പശുക്കളെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമല്ലോ, തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 4 പശുക്കളുണ്ട്. 2 കാസർഗോഡ് കുള്ളനും 2 ഗീർ പശുക്കളും. ഗീർ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ ഗീർ വനങ്ങൾക്കടുത്ത് ഉള്ള പശുക്കളാണ്. അപ്പോൾ എനിക്ക് എത്ര ഏക്കറിൽ വേണമെങ്കിലും ഇപ്പം 4 പശുക്കളുണ്ടെങ്കിൽ ഒരു 120 ഏക്കറിൽ വരെ കൃഷി ചെയ്യാം. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. വിളവിനൊന്നും ഒരു കുറവില്ല, ഒരു വ്യത്യാസവും. ലാഭകരമാണ്. മുടക്കിയ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഇപ്പോൾ ഈ പച്ചക്കറി കൃഷിയൊക്കെ ഇപ്പം ഷോപ്പിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടക്കിയ പണം തിരിച്ചു കിട്ടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ കൂലിയും കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്. ഇല്ല, സിനിമയിലെ പോലെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന എൻ്റെ സമയം ഉണ്ടല്ലോ. അപ്പം സിനിമയിൽ പ്രവർത്തിച്ചാൽ ആ സമയം സിനിമയിൽ പ്രവർത്തിച്ചാലായിരിക്കും കൂടുതൽ ചിലപ്പോൾ പൈസ ഉണ്ടാകുക. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ നിലനിൽപ്പാണല്ലോ. നിലനിൽപ്പുണ്ടെങ്കിലല്ലേ പൈസയ്ക്കുള്ളൂ. നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്? അച്ഛനൊരു കൃഷിക്കാരനാണ്. അതെ, അച്ഛൻ സ്കൂൾ അധ്യാപകനായിരുന്നു, കൃഷിക്കാരനായിരുന്നു. ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് തന്നെ നെൽകൃഷിയും തന്നെ തെങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു കൃഷിക്കാരുടെ ഒരു ഫാമിലി ആയിരുന്നു നമ്മുടെ എന്ന് പറയാം. അച്ഛനാണ് അവിടെ ആകെ ഒരു അധ്യാപകനായിട്ട് ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ അച്ഛന് ഈ കൃഷിയുടെ പാരമ്പര്യമുള്ളത് കൊണ്ട് അച്ഛൻ ഈ കൃഷി കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പം ഞാനും ആ പാടത്തൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അച്ഛൻ എനിക്ക് അതിന് കൂലിയും തരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സിനിമ കാണാറുള്ളത്. അപ്പോൾ അതങ്ങനെ ഒരു കാലം. പക്ഷേ അന്ന് എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്ത് മാത്രമായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് പഠിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി എനിക്കൊരു വിഷമം തോന്നിയൊരു സന്ദർഭം എന്ന് പറയുന്നത് മദ്രാസിയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പോയ സമയത്ത് ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചാൽ അതിനുള്ള പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ഈ പറഞ്ഞ എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന തക്കാളിയൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന അവസ്ഥയിൽ വന്നു, ചെന്നൈയിൽ വെച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ഇഷ്ടക്കേട് തോന്നി. കാരണം നമ്മൾ ഒരിക്കലും പിന്നെ പച്ചക്കറി കടയിൽ പോയി പച്ചക്കറി വാങ്ങുന്ന ഒരു സമ്പ്രദായമൊന്നും ശരിക്കില്ലായിരുന്നു. എല്ലാം നമ്മുടെ വീടിൻ്റെ മുമ്പിലും വീടിൻ്റെ അടുക്കള ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. വെള്ളരി, മത്തൻ, കുമ്പളം, ഇതൊക്കെ ഇതിന് ഒക്കെ വെള്ളമൊഴിച്ചിട്ടുണ്ട് ഞാൻ. ഓരോ പല സീസണിലും ഇതിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടപ്പം മദ്രാസിൽ നിന്നാണ് ശരിക്കും എത്തിയപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നപ്പോൾ ഇത്തരം സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത്. അന്ന് ഈ പെസ്റ്റിസൈഡ്സ്, രാസവളം ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. ഇതങ്ങനത്തെ ആണോ അല്ലയോ അതും അറിയില്ല. പക്ഷേ കാലക്രമേണ ചില പിന്നെ പുസ്തകങ്ങളും ഇതൊക്കെ വായിച്ചപ്പോഴാണ് ഇതിനകത്തുള്ള നടക്കുന്ന വളരെ മോശമായ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ബോധം വന്നു തുടങ്ങിയത്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം 10 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അന്ന് മുതൽ ഞാനവിടെ പച്ചക്കറി കൃഷി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു.
പലപ്പോഴും അത് ഒരാളെ നിർത്തും. ഞാൻ ഏതെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ആ നട്ട തൈയൊക്കെ വാടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു മടുത്തിട്ടാണ് അവസാനം ഞാൻ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചത്. ഇതിലേക്ക് പൂർണ്ണമായും മനസ്സ് പോയത് എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടാവുമല്ലോ. അതെ, വലിയൊരു മേഖലയിൽ പ്രിയദർശനും സത്യനന്ദിക്കാടും മോഹൻലാലും ഒക്കെ ഉള്ളൊരു മേഖലയിൽ നിന്ന് അത് ബോറടിച്ച് കൃഷി താല്പര്യപ്പെടാൻ അതൊരിക്കലും ബോറടിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ വഴി കൂടെ ഡെസ്റ്റിനി നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണെന്ന്. അതൊന്നും അങ്ങനെ ഒരു ചിന്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല പ്രധാനപ്പെട്ട വഴിത്തിരിവുകളും എന്ന് പറയുന്ന സാധനം ഞാൻ ആലോചിച്ചുണ്ടാക്കിയതൊന്നുമല്ല, സംഭവിച്ചു പോയതാണ്. ഡെസ്റ്റിനിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല നടക്കുന്നത്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മുഴുവൻ നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കഥയിലെ കഥാപാത്രം പോലെയാണ് എനിക്ക് എന്നെപ്പറ്റി തോന്നാറ്. ആരോ എഴുതിയ ഒരു തിരക്കഥയിലെ ഒരു കഥാപാത്രം, അത്രേ എനിക്കതിൽ കഴിയുള്ളൂ. ശ്രീനിവാസനെ കൊണ്ട് ആളുകൾക്ക് കൂടുതൽ താല്പര്യം ശ്രീനിവാസന്റെ തിരക്കഥ, ശ്രീനിവാസന്റെ അഭിനയം, ശ്രീനിവാസന്റെ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും. പക്ഷേ കുറെ കൂടി ഈ പറയുന്ന വിധത്തിൽ ആരോ എഴുതിയൊരു തിരക്കഥയിലെ കഥാപാത്രത്തെ പോലെ എവിടെയോ വഴിതെറ്റിപ്പോയി ഇപ്പൊ കൃഷിയിലെത്തുന്നു, ജൈവ കൃഷിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. ഒരു ശ്രീനിവാസൻ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു നഷ്ടം തോന്നില്ലേ? അതെ, ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ട് സിനിമയിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമല്ല. ഞാൻ സിനിമയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും തീർച്ചയായിട്ടും. പക്ഷേ ഒരു അടിത്തറ ഉണ്ടാവട്ടെ. ഈ അടിത്തറ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഭക്ഷണ രീതിക്കുള്ള ഒരു അടിത്തറ. അത് നമ്മൾ തന്നെ കൃഷി ചെയ്താൽ ഏറ്റവും സന്തോഷം. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം ഇവിടെ ഉണ്ടായതാണുള്ളത്, വേറെ എവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് രാസവളവും കീടനാശിനിയും അടിച്ച സാധനമല്ലല്ലോ ഇത് എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കുമ്പോൾ അത് ആരോഗ്യത്തിന് വളരെ നന്നാവും. സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും. എല്ലാത്തിനും പെട്ടെന്നുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇതിനൊരു പെട്ടെന്നുള്ള കാരണമുണ്ടോ? ഏതെങ്കിലും ഒരു സുഹൃത്ത് പെട്ടെന്ന് അസുഖബാധിതനായതോ, അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ നാളെ അസുഖം വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് തോന്നലോ ഒക്കെ? ഇതിനെപ്പറ്റി വായിച്ചപ്പോഴാണ് ശരിക്കും പെട്ടെന്നൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ ശ്രമം തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 10 വർഷം മുമ്പാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു കാൽവെപ്പ് നടത്തിയത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡൻ്റ് ഒന്നുമില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അസുഖം വന്നതുകൊണ്ട് മനസ്സ് ഈ വഴിക്ക് ചിന്തിച്ചത് ആണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഇല്ല. നമ്മൾ ഈ വായിച്ച് ഇതിലേക്ക് എത്തിയതാണ്. ആ വായന എന്നും ഉണ്ടായിരുന്നു? വായന ഉണ്ടായിരുന്നു. എന്താണ് ആ വായന? എല്ലാ പുസ്തകങ്ങളും വായിക്കും. ഇന്നതൊന്നൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് നമ്മളെ. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാരുടെ ബയോഗ്രാഫിയൊക്കെ വായിക്കാനാണ് കൂടുതലിഷ്ടം. നോവലുകളൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. അതൊക്കെ പതുക്കെ മാറി. എന്ന് വെച്ചാൽ മുഴുവനായിട്ടും നോവൽ വായന ഉപേക്ഷിച്ചൊന്നുമല്ല, പക്ഷേ വളരെ നല്ലതാണെന്ന് അറിഞ്ഞാലൊക്കെ നമ്മൾ നോക്കുകയുള്ളൂ. മറ്റ് ബയോഗ്രാഫി എന്ന് പറയുന്നത് ശരിക്കും അനുഭവങ്ങളാണല്ലോ. ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് തരുന്ന ഊർജ്ജം ചില്ലറയൊന്നുമല്ല. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നുപോയ പ്രതിസന്ധികൾ, അതിനെങ്ങനെ അദ്ദേഹം നേരിട്ടു, അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെയായിരുന്നു. ഒരു നോവലിന് നൽകാൻ കഴിയാത്ത ഫിക്ഷൻ യഥാർത്ഥത്തിൽ ജീവകഥകളാണ് അല്ലേ? ജീവകഥകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല വലിയ ക്ലാസിക്കുകളുണ്ടല്ലോ നോവലുകൾ. ഇപ്പം വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ, പിന്നെ ഡസ്റ്റോയെവ്സ്കിയുടെ കഥകൾ, ടോൾസ്റ്റോയുടെ, അങ്ങനെ മഹാന്മാരായിട്ടുള്ള ക്ലാസിക് എഴുത്തുകാരുണ്ടല്ലോ. ക്ലാസിക്കുകൾ മലയാളത്തിലുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥയുണ്ട്, എസ്.കെ. പൊറ്റക്കാടിൻ്റെ. അതൊക്കെ ക്ലാസിക്കുകൾ തന്നെയാണ്. അപ്പം അത്തരം വായന നമുക്ക് വളരെയധികം ഒരു മാനസിക വളർച്ച ഉണ്ടാക്കിത്തരും. ഇപ്പം ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. ചെറുപ്പം മുതലുള്ള വായന കാരണമാണ് നമുക്ക് ഒരു നീതിബോധം നമ്മളിൽ ഉണ്ടായത്. മനസ്സിലായില്ലേ? ഒരുപാട് മഹാന്മാരുടെ ചിന്തകൾ നമ്മുടെ തലയിൽ കൂടെ കടന്നുപോയി, നമ്മുടെ വായനയിൽ കൂടെ കടന്നുപോയപ്പോൾ. അല്ലാതെ ഭരണഘടനയെ പേടിച്ചിട്ടോ IPC 302 പേടിച്ചിട്ടൊന്നുമില്ല നമ്മളത് കുറ്റം ചെയ്യാത്തത് സ്വന്തമായിട്ടുള്ള നീതിബോധം ഉണ്ടായതുകൊണ്ടാണ്. രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ കൃഷിയിലേക്ക് പോയതിന് ശേഷം ഈ രാജ്യത്ത് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നു. അതുപോലെ ഉമ്മൻചാണ്ടി സർക്കാർ 5ാം വർഷത്തിലേക്ക് കിടക്കുന്നു.
ഇടയ്ക്ക് ചില ലിങ്കുകൾ നോക്കിയാൽ അറിയാം അഴിമതിക്കെതിരെ സമീപകാലത്ത് ശ്രീനിവാസൻ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട സമൂഹമായി മാറുന്നുണ്ടോ എന്ന ആശങ്ക ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അല്ല, നമ്മളൊക്കെ വല്ലാത്ത നിരാശയിലാണ്. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ വളരെ നിരാശനാണ്. കേരളം ഇങ്ങനെയൊന്നും ആവേണ്ട ഒരു രാജ്യം, ഒരു സംസ്ഥാനം അല്ലായിരുന്നു. കേരളം വളരെ പുരോഗതിയിൽ നിൽക്കേണ്ട, ഇന്ത്യക്ക് തന്നെ മാതൃകയാവേണ്ട ഒരു സംസ്ഥാനം അഴിമതി കാരണം നശിച്ച് മാറാണക്കല്ല് വരെയായി എന്ന് പറയാമല്ലോ. അതിൽ നമ്മൾ നിരാശനാണ്. അല്ലാതെ നമ്മളിപ്പം, ഞാനൊരു ആക്ടിവിസ്റ്റൊന്നുമല്ല. ഞാൻ ആളുകളെ അഴിമതിക്കെതിരായിട്ട് ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശേഷിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ദുഃഖിതനാണ്. നമ്മളെ ഒരു സംസ്ഥാനം എങ്ങനെയായി. അല്ല, ദുഃഖിച്ച് നിരാശപ്പെട്ടിരുന്നാൽ മതിയോ? നമുക്കൊരു നിർദ്ദേശം വേണ്ടേ, അല്ലെങ്കിൽ പരിഹാരം വേണ്ടേ? ഞാനതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല ശരിക്കും പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ ഒരു പരീക്ഷണമായിരുന്നു. അതെ. അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ മാറ്റം വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് തോന്നിയിരുന്നു. നമുക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ ചില മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പം നമ്മൾ വീണ്ടും ഇതെന്താണ് ഇങ്ങനെ, നമ്മളെല്ലാ പ്രതീക്ഷയും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ത്യ മുഴുവനും അതുപോലെയുള്ള അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ഭരണം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ അവിടെയും ചില കാര്യങ്ങളൊന്നും ശരിയായില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ന്യൂസുകളുണ്ട്. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ പാട്യംകാരനാണല്ലോ, BJPയുടെ വളർച്ചയൊക്കെ നമ്മൾ കാണുന്നു. ആ നിലയിൽ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് കേരളത്തിന് നല്ലതാണ്? ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഭേദമാണെന്ന് തോന്നിയിട്ടില്ല ഇപ്പം നിലവിലുള്ള. അതുകൊണ്ട് അങ്ങനെ മാറിയാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല. എന്താണ് അവസാനം ഈ സാധാരണക്കാരൻ്റെ നികുതിപ്പണം എല്ലാവരും കൂടി തട്ടിയെടുക്കും, അത്രയേ ഉള്ളൂ. അഴിമതിയെ പോലെ തന്നെ വർഗീയ വികാരം പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ കൂടുതലായി വരുന്നു. തലയെക്കെട്ടും ചന്ദനക്കുറി ഇല്ലാതെ നമ്മളൊരാളെ ഇപ്പോൾ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും. ഒരുപക്ഷെ പോയിപ്പോയെന്ന് വെച്ചാൽ വളർന്ന തലമുറയേക്കാൾ കൂടുതലായി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറക്കാണ് അത് കൂടുതൽ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊരു വിഷയമാണോ? അത് ഞാനൊക്കെ മനസ്സുകൊണ്ട് മതവും ജാതിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കാലം കുറയായി. നമ്മുടെ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പല തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം മുഴുവൻ പ്രശ്നങ്ങളുണ്ട് മതത്തിൻ്റെ പേരിലും. ഒരേ മതക്കാർ തമ്മിൽ തന്നെ തല്ലുകയല്ലേ. അപ്പം മതം എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവത്തിന് എന്താ അർത്ഥമുള്ളത്? ഒരു മതം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് സന്തോഷം തരുന്നതാണ്. ഓക്കെ, നല്ല കാര്യം. മതത്തിൻ്റെ പേരിലെങ്കിലും ഇത്രയും ലക്ഷം ആൾക്കാർ ഒന്നിച്ചാവുന്നുണ്ടല്ലോ. പക്ഷേ എന്താ കാര്യം? മതത്തിൽപ്പെട്ട ആൾക്കാർ 4ഉം 5ഉം ചേരികളായി തിരിഞ്ഞിട്ട് പരസ്പരം പോരടിക്കുകയല്ലേ. അതെന്ത് മതമാണത്? ഇതൊരു മതമാണോ? ഇതൊക്കെ മതങ്ങളാണോ? എന്തിനു വേണ്ടി? അപ്പോൾ ഇത് അധികാരവും പണവും ആണ് എല്ലാത്തിൻ്റെയും പുറകിലുള്ള സംഭവം. ഞാനൊരു സ്ഥലത്ത് സംസാരിച്ചൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പോൾ അതിനകത്ത് ജാതി മത വർഗ വംശരഹിതമായ ഒരു സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കണം, നമ്മൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസിലടിച്ചിരിക്കുക. ഞാൻ നോട്ടീസ് വായിച്ചിട്ട് ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ നോട്ടീസ് എഴുതിയ ആളുടെ മതം എന്താണെന്നാണ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. വളരെ എളുപ്പമാണല്ലോ. മത ജാതി വംശത്തിനെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇയാളുടെ മതം എന്താണ്? ഇയാൾ ജാതിയും മതം ഉപേക്ഷിച്ച ആളാണോ? ഇദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാനുള്ള അധികാരം എങ്ങനെ കിട്ടി? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് ഓക്സിജൻ കൊടുക്കുന്ന ഒരു സ്ഥലമില്ല. ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് വായുവില്ല, വെള്ളമില്ല. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഓക്സിജനും വെള്ളവും. അത് പ്രകൃതിയിൽ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രകൃതി കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി തുല്യമായിട്ട് ആണ് പ്രകൃതി കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മതമായിട്ട് ഞങ്ങൾ വേറെ തന്നെ ഒരു മതമാണ് ഒരു കൂട്ടം ആൾക്കാർ തീരുമാനിക്കുമ്പോൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണത്. പ്രകൃതി വിരുദ്ധ പരിപാടികൾക്ക് പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണ്. പക്ഷേ പ്രകൃതി വിരുദ്ധമായ
മതങ്ങൾ ഉണ്ടാവുകയും ജാതികൾ ഉണ്ടാവും, അതെല്ലാം പ്രകൃതി വിരുദ്ധമാണ്. അവന്മാരെയും പിടിച്ച് ശിക്ഷിക്കണം എന്നാണ് ഞാൻ പറയാം. ശിക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ മനസ്സുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ബോധത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു മതത്തിലും ഞാനില്ല എന്ന് ഞാൻ തീരുമാനിക്കേണ്ടി വന്നത്. മനുഷ്യന്മാരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു മതം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിൽ ചേരും. വരില്ല. അധികാരവും പണവും എത്രത്തോളം നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നോ ആ കാലത്തൊക്കെ മതം ഉണ്ടാവും, ജാതിയും ഉണ്ടാവും. ഒരു കാലത്തും ഇതില്ലാതാവാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവിൻ്റെ അസുഖം ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാ കാര്യത്തിലും, മതത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ. അതെ, ഈ അസുഖം ബാധിച്ചാൽ പിന്നെ മനുഷ്യനെ പിന്നെ ഒന്നിനും കൊള്ളില്ല. ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ടും കുറച്ച് കാലം ജീവിക്കണ്ടേ? എല്ലാം അറിയണല്ലോ നമ്മൾ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്നുള്ളതൊരു ചിന്ത ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സിനിമയിലേക്കൊരു എന്ന് വെച്ചാൽ ഒരു സാധാരണ സിനിമാക്കാരനായിട്ട് ഇനി തിരിച്ചു പോക്കുണ്ടാവുമോ? അതായത് വർഷത്തിൽ ഒരു പടമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യുക, അത് എഴുതുമോ, സംവിധാനം ചെയ്യലോ, അല്ലെങ്കിൽ അഭിനയിക്കലോ ഒക്കെ ചെയ്യും. നമ്മളിപ്പം ഞാൻ സിനിമ ചെയ്യില്ല എന്നുള്ള ഒരു ലൈനിലൊന്നും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. സാമ്പത്തികമായി വലിയ നഷ്ടമല്ല. ഇപ്പം ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം 2 ചിത്രങ്ങൾ, വടക്കു നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, ഇത് രണ്ടും സൂപ്പർ ഹിറ്റായിരുന്നു. ആകെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ഈ 2 പടങ്ങളാണ്. ഒരു സാമ്പത്തികമായുള്ള ഒരു കാര്യം കൂടി എപ്പോഴും നോക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. എത്ര പേര് സംവിധാനം ചെയ്തിട്ടുണ്ട്? ഒരു പടം സംവിധാനം ചെയ്ത എത്ര പേരുണ്ട്? 3.5 കോടി ജനങ്ങൾ കൂടുതലുണ്ട് കേരളത്തിൽ. നമ്മളെന്തിനാ അതിനെപ്പറ്റി ആലോചിച്ച് വേവലാതിപ്പെടുന്നത്? അവരൊക്കെ സംവിധാനം ചെയ്യട്ടെ, ഓരോ പടങ്ങളും ചെയ്യട്ടെ. ഞാൻ 2 ചെയ്തില്ലേ? 2 ചെയ്തത് തന്നെ മഹാകാര്യമല്ലേ? 3.5 കോടി എന്നാണ് ഞാൻ 2 ചെയ്തിരിക്കുന്നത്. വലിയ കാര്യമാണത്. ആർക്കും സാധിക്കുന്നില്ലല്ലോ, പലർക്കും സാധിക്കുന്നില്ല. കോടിക്കണക്കിന് ആൾക്കാർ പടം ചെയ്യാതെ പുറത്ത് നിൽക്കുകയാണ്. അല്ല, ഇത് അറിയുന്ന ചില ആളുകളുണ്ടല്ലോ, ഇതിനകത്തൊരു വൈദഗ്ധ്യമുള്ള ആളുകളുണ്ടല്ലോ. അങ്ങനെ ഒരു വൈദഗ്ധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലാണ് ആ പടത്തിന് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അതെ, സ്വാഭാവികമായും ആ പണി ചെയ്താൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. ആ ചോദ്യം ഉണ്ടാവും. ആ പണി ചെയ്യണം. അതിനെന്താ മറുപടി? ഞാൻ 2 സിനിമകൾ ചെയ്തത്, അത് 2ഉം ഞാൻ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അതായത് എനിക്ക് വഴങ്ങുന്നതായിരുന്നു അത് 2 വിഷയങ്ങളും. അതിൽ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വേറൊരു ഡയറക്ടർക്ക് നമ്മൾ തിരക്കഥയായിട്ട് അത് എഴുതി കൊടുക്കുമ്പോൾ അത് ഇങ്ങനെയൊരു സിനിമ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം എഴുത്തിലൂടെ പറയാൻ പറ്റാത്ത, എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ സൂക്ഷ്മാംശങ്ങൾ ആ സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സിനിമകൾ ചെയ്തത്. പിന്നീട് അത്തരം വിഷയങ്ങൾ എനിക്ക് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നുന്ന വിഷയങ്ങൾ ആലോചനയിൽ വരാത്തത് കൊണ്ടാണ് സത്യത്തിൽ ചെയ്യാത്തത്. പക്ഷെ സാമ്പത്തികമായ ഒരു ഘടകമാണ് ഞാൻ പറയുന്നത്. അതെ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സംവിധാനത്തിൻ്റെ കൂലി കിട്ടും, തിരക്കഥയുടെ കൂലി കിട്ടും, അതിനകത്ത് സ്വാഭാവികമായി അഭിനയിക്കുകയും ചെയ്യുമല്ലോ, അതും കൂടെ ചേർത്ത് പിടിക്കും. അതെ അതെ. സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം പിന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ മത്സരിക്കാൻ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾ സമാധാനപരമായി ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെല്ലാം വരും. അതിൽ പൈസയും ഒരു ഘടകമാണ്, പക്ഷെ പൈസ മാത്രമല്ല ഘടകം, എല്ലാ കാര്യങ്ങളും വരും. മകൻ വന്നപ്പോൾ ശ്രീനിവാസനും ഒന്ന് ഒതുങ്ങി എന്നാണ് ചിറകൊടിഞ്ഞ കിനാവുക. ഇനി മക്കൾ നോക്കട്ടെ എന്നാണ്. ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് തിരക്കഥാകൃത്ത് പറഞ്ഞാണ്. അച്ഛനോട് സിനിമാഭിനയം പഠിക്കാൻ പോകാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന. അതെ. മക്കളും സിനിമയിലേക്ക് പോകുന്ന വിചാരിച്ചിട്ടുണ്ടോ? അവരുടെ മാർഗം, കാരണം ശ്രീനിവാസൻ അച്ഛൻ സിനിമക്കാരനല്ല, ശ്രീനിവാസന് അതിന് മുമ്പ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അതെ. താങ്കളാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് പോകുന്നത്. അതെ. അപ്പോൾ ഇനി വരുന്ന തലമുറ 2 പേരും സിനിമയിലേക്ക് പോകുന്നതിനോട് യോജിപ്പാണോ? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അവരെ വെച്ച് സ്വപ്നങ്ങൾ കാണാറില്ല. അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ അവർ നടപ്പാക്കിയാൽ മതി. അവർക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അവർ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന തന്നെ ഇവനെ ഡോക്ടറാക്കാം,
എന്ന് തീരുമാനിക്കും. എന്നിട്ട് ഡോക്ടറാവാനുള്ള യാതൊരു യോഗ്യതയില്ലാത്തവനെ നിർബന്ധിച്ച് കുത്തി പിടിച്ച് എന്തിനാണ് ഡോക്ടറാക്കുന്നത്? കുടുംബത്തിന് മാന്യത വരാനും കുടുംബത്തിന് സമ്പത്ത് വരാനും അല്ലേ? മാന്യതയാണ് പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ സ്റ്റാറ്റസ്. പല വിദ്യാഭ്യാസവും അങ്ങനെ നടക്കുന്നത്. കെട്ടി ഏൽപ്പിക്കുകയാണ് കുട്ടികളുടെ തലയിലേക്ക്. അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുക പോലുമില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരാളല്ല. എന്തായാലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അതുമാത്രം, അങ്ങനെ ഒരു നിലപാട് മാത്രമേ എനിക്കുള്ളൂ. സംതൃപ്തിയാണോ വിനീതിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ ഒരു പടം ചെയ്യണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ കിട്ടും, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടും, സാറ്റലൈറ്റ് കിട്ടും എന്നുള്ള നിലയിലാണ്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം പോലും ആ ഉറപ്പ് പറയാൻ കഴിയില്ല. കുട്ടികൾ ആ നിലയിൽ വൈദഗ്ധ്യം കാണിച്ചു എന്നുള്ള സംതൃപ്തി ഉണ്ട് എനിക്കോ? അവരുടെ കാര്യത്തിൽ അവരോടാണ് ചോദിക്കേണ്ടത് സംതൃപ്തി ഉണ്ടോയെന്ന്. അവർക്കല്ലേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവരുടെ പുറത്ത് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയിട്ടുള്ള പരിപാടി ഇല്ലെന്ന്. അവരെ നിരീക്ഷിക്കാറില്ലേ? അവരെ നിരീക്ഷിക്കാറൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ സംതൃപ്തിപ്പെടുക എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു പ്രസക്തി അവിടെ വരുന്നില്ല. എനിക്ക് സംതൃപ്തി ഉണ്ടാകുമെന്ന് വെച്ചാൽ അവർ സംതൃപ്തരാണോ എന്നറിയുമ്പോൾ എനിക്ക് സംതൃപ്തി ഉണ്ടാവും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അവരുടെ അത്തരം കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് ഞാൻ പറയുന്നത് അപകടം പിടിച്ച മേഖലയാണെന്ന് അറിയാമല്ലോ. എന്ന് വെച്ചാൽ ഏത് തരത്തിലും പരാജയം വരാം, അതിനേക്കാൾ വേഗത്തിൽ ചിലപ്പോൾ വിജയവും വരാം. അതൊന്നും യാതൊരു നിശ്ചയവുമില്ല. അതെ, ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്കാണ് വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പോയിരിക്കുന്നത്. അപ്പോൾ ഒരു പിതാവ് എന്നുള്ള നിലയിലുള്ള ഒരു നമ്മൾ വന്നിട്ടുള്ള കുറേ ചുഴികളുണ്ടല്ലോ, ആ ചുഴികൾ അവരെ കൂടി ബാധിക്കും. അല്ല, നമ്മൾ ഈ കാലം മുഴുവനും നമ്മുടെ അനുഭവങ്ങൾ അവരായിട്ടൊക്കെ എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർക്കറിയാം. എന്തുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ഡിലേ ഉണ്ടായി, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വേറൊരു ജോലിയിൽ ഏർപ്പെട്ടു. ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ പ്രൊജക്റ്റുമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഏത് സിനിമയുടെ കാര്യത്തിൽ? കൃത്യമായിട്ടൊരു പ്രോജക്റ്റ്. അത് നേരത്തെ പറഞ്ഞ ഈ ഒരു അതെ, അതൊരു വളരെ അത്യാവശ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, എൻ്റെ മനസ്സിനെ അത് സ്പർശിച്ചതുകൊണ്ട്, ഒരുപാട് വഞ്ചനകൾ ആ രംഗത്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ട്, അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട്, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നമ്മളൊരു സിനിമ ചെയ്യാറില്ല. ആണോ? ഒരു ഗുണപാഠം അതിനകത്തുണ്ടാകും. ഗുണപാഠമല്ല, ഗുണപാഠം കൊണ്ടൊന്നും ആളുകൾ പാഠം പഠിക്കാനായിട്ട് സിനിമ കാണാൻ പറ്റില്ല. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമയാവുമ്പോൾ ഇൻഫർമേഷൻസ് ധാരാളം ഉണ്ടാവും. അത് എൻ്റെ മനസ്സ് പറയുന്നതാണ്. അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്കിത് വളരെ തീവ്രമായ ആഗ്രഹം വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ പുറകെ പോയത്. അതൊരു സിനിമയാവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുത്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ, അല്ലെങ്കിൽ ഒരു ചെറിയ ജയറാം ചിത്രം എന്ന നിലയിലേക്കൊക്കെ ഉള്ളൊരു പോക്കുണ്ടാവും അല്ല? അങ്ങനെയും വേണമല്ലോ. അതൊക്കെ ഉണ്ടാവുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഒരു മടങ്ങിപ്പോക്കുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. സത്യനായിട്ട് അടുത്ത കൊല്ലം ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ആലോചനയുണ്ട്. മോഹൻലാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൃഷിയുടെ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു സെറ്റപ്പ് റെഡിയായി കഴിഞ്ഞാൽ ഞാൻ പരിപൂർണമായിട്ട് ഉഷാറായിട്ട് തിരിച്ചു പോകും. മോഹൻലാലുമായിട്ട് എന്തെങ്കിലും പണക്കമുണ്ടോ? ഇല്ല. ഉദയനാണ് താരത്തിൻ്റെ രണ്ടാം ഭാഗം, അത് നമ്മളല്ല എഴുതിയിരുന്നെങ്കിൽ പോലും അത് മോഹൻലാലിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെ. അല്ല, മോഹൻലാലിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അതിനകത്ത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ ആളുകൾ വ്യാഖ്യാനിച്ച് അങ്ങനെ അങ്ങ് ആക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മോഹൻലാൽ അത് വന്ന് ചോദിച്ചിട്ടില്ലേ? ഒരിക്കലും അങ്ങനെ ഒരിക്കലില്ല. അപ്പം മോഹൻലാൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ശ്രീനി നേരിട്ട് ഇതിനേക്കാൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് മോഹൻലാൽ തള്ളിക്കളയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? പിന്നെ വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുന്നു. ചിലപ്പം ഈ പറയുന്ന പോലെ മോഹൻലാലിനെ കുറിച്ച് ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സിനിമ ഉണ്ടാവാം. രാജീവ് രവി പറഞ്ഞത്, ശ്രീനിവാസൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അന്നും ഇന്നും മിഡിൽ ക്ലാസിൻ്റെ ചില സംഗതികൾ എടുത്തിട്ട് അതിനെ ചൂഷണം ചെയ്യുകയാണ്. വല്ലാത്തൊരു ഡെക്കഡൻ സംഭവമല്ലേ? സിനിമയുടെ ലക്ഷ്യം എൻ്റർടൈൻമെൻ്റ് അല്ല, സ്ക്രിപ്റ്റ് കത്തിച്ച് കളഞ്ഞിട്ട് വേണം സിനിമ എടുക്കാൻ. അതെ. എന്താണ് അതിനെക്കുറിച്ചൊരു പ്രതികരണം? അല്ല, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ.
ഇപ്പം ഞാൻ സിനിമയിൽ 35 വർഷത്തിൽ കൂടുതലായി. ഞാനിതുപോലെ ആൾക്കാരെ സമൂഹം എന്താ പറഞ്ഞത് അതൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് മറുപടി അർഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജനിക്കുമ്പോൾ കിട്ടാത്തത് വലിക്കുമ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ജനിക്കുമ്പോൾ കിട്ടാത്തത് വലിക്കുമ്പോൾ കിട്ടില്ല. ബുദ്ധി അല്ലേ? കഞ്ചാവ് വലിയന്മാരെ പറ്റിയിട്ട് അത് ഞാൻ പറഞ്ഞ കഞ്ചാവ് വലിച്ച് പടം എടുക്കുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതും പറഞ്ഞിരുന്നു. എനിക്കും പറയാലോ. കഞ്ചാവ് വലിക്കുന്നവരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല രാജീവ് രവിയെ പറ്റിയിട്ടല്ല. അദ്ദേഹം വലിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വലിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ന്യൂ ജനറേഷൻകാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അതിനൊരു പേരിട്ടൊന്നുമല്ലേ ഉള്ളൂ. ലാൻഡ്മാർക്ക് ഫിലിമുകൾ ആലോചിച്ച് നോക്കൂ. ന്യൂ ജനറേഷൻ ബാലൻ ആദ്യത്തെ സംസാരിക്കുന്ന ചിത്രമല്ലേ, അതൊരു ന്യൂ ജനറേഷനല്ലേ. അങ്ങനെ എത്ര സിനിമകൾ. നീലക്കുയിൽ ഞെട്ടലായിരുന്നില്ലേ ആ കാലത്ത്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിൽ പല മാറ്റങ്ങളും വരും. പുതുമയാണ് സിനിമയുടെ ഏറ്റവും ആകർഷണ ഘടകം എന്ന് പറയുന്നത്. പുതുമ വേണം. ഇന്നലെ എടുത്ത സിനിമയുടെ അപ്പുറത്ത് പുതുമയുള്ള ഒരു സാധനമായിരിക്കും നാളെ എടുക്കേണ്ട സിനിമ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോകും. എൻ്റെ കാര്യത്തിലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പുറകിലേക്ക് പോകും. എനിക്ക് എന്താണ് അതിൻ്റെ കുഴപ്പമെന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ഇത് പഴയ സിനിമ പോലെ തന്നെ ഒരു സിനിമ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, എന്താ നാടോടിക്കാറ്റ് പോലത്തെ ഒരു സിനിമ എടുക്കാത്തത്? ഞാൻ പറഞ്ഞു അതിൻ്റെ CD ഒന്നുകൂടെ എടുത്ത് കാണാമെന്നല്ല. ടി പി ബാലഗോപാലൻ എം എ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. കാലത്തിനനുസരിച്ച് സിനിമകളുടെ സ്വഭാവം മാറും. അതും ഞാനും മാറിയിട്ടില്ലെങ്കിൽ ഞാൻ പഴയതുപോലെ നാടോടിക്കാറ്റ് ഞാൻ അതേപോലത്തെ സ്വഭാവമുള്ള ഒരു സിനിമ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇത് തന്നെ പണിയെന്ന് പറയും ആൾക്കാർ. അപ്പോൾ പണ്ടത്തെ അന്നത്തെ സാധനം തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക, ഒന്നും പുതുതായിട്ടില്ല ഇയാളുടെ കയ്യിലെന്ന് പറയും. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും. സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന സിനിമകൾ കുറേയൊക്കെ കാണാറുണ്ട്. തിയേറ്ററിൽ പോകുന്നത് കുറച്ച് മടിയായതുകൊണ്ട് CD ആണ്, DVD ഒക്കെ വാങ്ങിച്ചിട്ടാണ് കാണുന്നത് പലതും. മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ? മാറ്റങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവതരണത്തിൽ പിന്നെ കൺട്രൈവ്ഡ് ആയിട്ടുള്ള പഴയ സീനുകളൊക്കെ മാറി പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. നല്ലതാണത്. പക്ഷേ എല്ലാ സിനിമകളും ഈ ഇങ്ങനെ ലേബലൊട്ടിച്ചിട്ട് വരുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്നൊന്നും പറയാനില്ലല്ലോ. സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടെന്ന് പറയുന്നത് തന്നെ മാറ്റമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മുന്നോട്ടുള്ള യാത്ര തന്നെയാണ്, പുറകിലേക്ക് വലിക്കുന്ന അല്ല. നല്ല സിനിമകളാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാ തരത്തിലും ആൾക്കാർ അതിൻ്റേതായ സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. എവിടെയൊക്കെയാണ് ആ സ്പാർക്ക് കണ്ടത്? പല സിനിമകളുണ്ട്. പ്രത്യേകിച്ച് ആ സിനിമകൾ എടുത്തു പറയാൻ ഞാനിപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. വ്യക്തികളുണ്ടോ? സംവിധായകരോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളോ? കുറേ ഉണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറയുന്ന നേരത്ത് മറ്റുള്ളവർക്ക് വിഷമം വരില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പേരുകളൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എന്നാലും ഈ പറയുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നില്ല എൻ്റെ മലയാള സിനിമ എന്നുള്ളൊരു സന്തോഷവും തൃപ്തിയും തൃപ്തിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന പോലത്തെ സംഭവമൊന്നുമില്ല. ഒരുപാട് പുതിയ ആൾക്കാർ, പുതിയ മിടുക്കന്മാർ വരുന്നുണ്ട്. അവരിവിടെ ശരിക്കും അവരുടേതായ മുദ്ര പതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏതാനും ആളുകളുടെ പേര് മാത്രം എടുത്തു പറയുന്നത് അതൊരു ശരിയായ നടപടിയായിരിക്കില്ല. കുറേ പേരുണ്ട്. പലരും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ അങ്ങനെ കേട്ടത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ തോതിൽ മാറ്റം വരുത്താനും കഴിവുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ചിറകൊടിഞ്ഞ കിനാവുകൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളും ഉണ്ടാകുന്നുണ്ട്, സ്പൂഫുകൾ. അതെ അല്ലേ? അതെ. അതിനോടൊന്നും പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രവീൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഒരു പ്രത്യേക രീതിയിൽ ഒരു പുതുമ
അതൊക്കെ വിസ്മയകരമാണോ? ഒരു വിസ്മയകരമാണോ അതൊക്കെ, ആ ഒരു എഴുത്ത്? എഴുത്ത് പിന്നെ ഒരു അതിനകത്ത് പിന്നെ തീർച്ചയായിട്ടും വേറിട്ട രീതിയിൽ ചിന്തിച്ചു. എന്തായാലും ഒരു പഴയ സിനിമയിലെ 2 ക്യാരക്ടേഴ്സിനെ 2 3 അല്ല കുറച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടാണല്ലോ അത് ചെയ്തതെന്ന് പറയുന്നത്. നല്ലൊരു ആലോചനയായിരുന്നു. സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. അത് കാണാൻ അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. ഞാൻ അമേരിക്കയിലുള്ളപ്പോഴാണ് റിലീസ് ചെയ്തത് ആ പടം. ചില ആൾക്കാരൊക്കെ വളരെ, പക്ഷെ ഒരു വലിയ ഹിറ്റായില്ല എന്ന് തോന്നുന്നു. പക്ഷെ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ താഴോട്ട് പോയതെന്ന് എനിക്കല്ല. പക്ഷേ ഈ സ്പൂഫിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മലയാള സിനിമ ഏതാണ്ട് എല്ലാം കണ്ടവർക്കാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാരണം ഞാൻ 90s ശേഷമുള്ള ഏതാണ്ട് അത്യാവശ്യം സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളെന്നുള്ള നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ അത് അത്ഭുതകരം എന്ന് പറഞ്ഞിട്ട് അത് പല ആളുകൾക്കും ഇതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നവർ പോലും ഉണ്ട്. എന്ന് വെച്ചാൽ അത് മനസ്സിലാവാത്തതുകൊണ്ടല്ല, അതിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആ തരത്തിൽ. അത് പിന്നെ നമ്മളൊരു ഷൂട്ടിങ്ങിന് മുമ്പേ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. അങ്ങനൊരു പ്രശ്നം അതിന് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഇനി ഒരിക്കൽ കൂടി ഒരു ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇപ്പോൾ 9 വർഷത്തിന് ശേഷമാണ്, വടക്ക് നോക്കിയന്ത്രത്തിന് ശേഷം 9 വർഷത്തിന് ശേഷമാണ് ചിന്താവിഷ്ടയായ ശ്യാമള. 9 വർഷമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അല്ലേ? ചിന്താവിഷ്ടയായ ശ്യാമള കഴിഞ്ഞിട്ട് ഇപ്പം 98 റിലീസ് ചെയ്തത്. 17 വർഷമാകുന്നു. ഒരു 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 കഥ എടുത്തിട്ട് ഇതെനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തോന്നിയിട്ടില്ല. ഇല്ല. അപ്പം ആ ഒരു കഥ സാധാരണഗതിയിൽ പിന്നെ നമ്മൾ കഥയ്ക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ടേയിരിക്കുമ്പോഴല്ല ഒരു കഥ കിട്ടാറ്, അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പം ആ അപ്രതീക്ഷിതമായ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന, ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കും കൂടുതൽ നല്ലത് എന്ന് തോന്നുന്ന, ഇപ്പം തോന്നുന്ന കഥ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ തോന്നുന്നതിന് അതിനേക്കാൾ കൂടുതൽ പിന്നെ എന്നേക്കാൾ മിടുക്കുള്ള ഒരു സംവിധാനം കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മിടുക്കന്മാരുണ്ടോ ഇവിടെ? അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഒരുപക്ഷെ സാങ്കേതികമായി നിർവഹിക്കാൻ കഴിയുമായിരിക്കും. കാരണം അത് പിന്നെ ഒരു വിഷയമായി പഠിച്ചവർക്കാണല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ. പക്ഷെ ആ കഥ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എനിക്കേ കഴിയൂ. എൻ്റെ മനസ്സ് അങ്ങനെ ഒരു വിഷയം വരണം. അത് ഈ ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരുന്നും രോഗികളും ഡോക്ടർമാരുടെയും ആ ലോകത്തിൻ്റെ കഥ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് കുറേ കൂടെ സാങ്കേതികമായിട്ട് നല്ല അറിവൊക്കെ ഉള്ള ആൾക്കാരെ അതിനകത്ത് ഡയറക്ടറായിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാരെങ്കിലും മനസ്സിലുണ്ടോ? ഉണ്ട്. ആളെ പറയുന്നില്ല. ഒരു ആരോഗ്യകരമായ കേരളത്തിന് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ശ്രീനിവാസൻ എന്ന പൊതുപ്രവർത്തകൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ പൊതുപ്രവർത്തകനായിട്ടൊന്നും അങ്ങനെ പറയാറായിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയ തോതിൽ എൻ്റെ ചുറ്റുപാടുള്ള ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നല്ല ആഹാരമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ആളുകൾ ഇരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുകയാണ്. അപ്പം എല്ലാവരും ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന സമയം ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പലപ്പോഴും അങ്ങനെയാണല്ലോ, കൃഷിക്ക് നമുക്ക് സമയമില്ല. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നാലോചിക്കണം. പണമുണ്ടാക്കാനുള്ള യാത്രയാണ്. അവസാനം എന്ത് സംഭവിക്കും? ഈ പണം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കും. അത് വേണമെന്ന് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കണം. അതാണോ വേണ്ടത്? ഒരു ദിവസം രാവിലെ അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ സമയം ചെലവഴിച്ചാൽ നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറികളെങ്കിലും നമുക്ക്. എന്താണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്? അത് കൃഷി ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് താഴെത്തട്ടിലൊക്കെയുള്ള ആളുകൾക്ക് തീരെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പൈസയുടെ, അവരും ചെറിയ തോതിലുള്ള പൈസയുടെ പുറകിലാണ്. അവരും വലിയ ആൾക്കാർ വലിയ തോതിലുള്ള പൈസയുടെ പുറകിലാണ്. അപ്പം 500 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ചായത്തോട്ടം ഉണ്ടാവും. 10 സെൻറ്റിൽ പോലും പച്ചക്കറി കൃഷി ഉണ്ടാവില്ല. എന്തൊരു വിവരശൂന്യതയാണെന്ന് ആലോചിക്കണം. ഇതെല്ലാം വിറ്റിട്ട് പണമാക്കാനാണ്. ഈ പണം എന്നിട്ട് എന്ത് ചെയ്യും? നല്ല ആഹാരം കഴിക്കാതെ രോഗം വന്ന് അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആശുപത്രികളിങ്ങനെ ഓരോ പുതിയ ആശുപത്രികളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമ്മൾ പച്ചക്കറിയിൽ മാത്രമല്ലല്ലോ നമ്മൾ കഴിക്കുന്ന മീനിലും ഇറച്ചിയിലും പാലിലും. അതെ എല്ലാത്തിലും. അതെന്ന് വെച്ചാൽ മനുഷ്യന്മാർ വളരെ ക്രൂരന്മാരാണ്. ഇപ്പോൾ ചില പിന്നെ കറി പൗഡർ കമ്പനികളുടെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ?
ഇഷ്ടികപ്പൊടിയാണ് മുളക് പൊടിയായിട്ട് കൊടുക്കുന്നത്. ഇഷ്ടികപ്പൊടീൻ്റെ അകത്ത് കെമിക്കൽ ചേർത്താൽ മാത്രമേ എരിവുണ്ടാവുന്നു. മുളക് പൊടിക്ക് എരിവ് വേണമല്ലോ. എരിവിന് കെമിക്കലാണ് ചേർക്കുന്നത് ഇഷ്ടികപ്പൊടിയിൽ. എന്ത് ദുഷ്ടന്മാരാണെന്ന് ആലോചിക്കും. ഇപ്പോൾ കാട്ടുമഞ്ഞൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത്ര. അത് തമിഴ്നാട്ടിലെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നാണ് ആ കാട്ടുമഞ്ഞൾ പറിച്ചുകൊണ്ട് വരുന്നത്. ഈ കാട്ടുമഞ്ഞളിൽ നിന്ന് സാധാരണ മഞ്ഞളിൻ്റെ രുചിയോ ഒന്നുമില്ല, അതിൻ്റെ ഗുണവുമില്ല. 1 കിലോയ്ക്ക് 3 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നതെന്ന് ആലോചിക്കണം. ഇതും ഈ കറി പൗഡറുകാരുടെ പരിപാടിയാണ്. 3 കിലോ പറിക്കുന്നവനുള്ള കൂലിയാണ്. 1 കിലോ പറിച്ചു കൊടുത്ത് ഞാൻ 3 രൂപ കിട്ടും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇത് അരച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആര് അല്ല, നമുക്ക് സ്വന്തമായി ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തിരികെ പോകാൻ വേണ്ടി ഇതൊക്കെ അരച്ചുണ്ടാക്കണമല്ലോ. അരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളൊക്കെ പൊടിക്കാൻ മില്ലിൽ കൊടുത്താൽ പോരെ. നമ്മൾ മഞ്ഞൾ ഉണ്ടാക്കാം. എൻ്റെ വീട്ടിൽ മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല, ഇതിന് മനസ്സ് വെക്കണം ആദ്യം. അല്ലെങ്കിൽ ജൈവ രീതിയിൽ ഈ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയുണ്ട്, ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള സാധനങ്ങളുണ്ട്. കുറച്ച് വില കൂടുതൽ. ഈ വില കൂടുതൽ ഇപ്പോൾ അരിയാണ് നമ്മുടെ പ്രധാന ഭക്ഷണം മലയാളികളുടെ, അല്ലേ? അപ്പോൾ അരി എന്ന് പറയുന്നത് ഇപ്പോൾ ഓണക്കാലത്ത് ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവരുന്നു. എന്തരിയാണ്, എന്തൊക്കെ കീടനാശിനികൾ അടിച്ചിട്ടുള്ളതാണ്, എന്തൊക്കെ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടാണോ ഈ കൊണ്ടുവരുന്നത്? അരി ഏറ്റവും വില കുറഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. അത് വോട്ടിനുള്ളതാണ്. വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ അരി ഏറ്റവും വില. ആളുകൾക്ക് മറ്റെന്തിന് വില കയറിയാലും, സ്വർണ്ണത്തിന് വില കയറിയാലും, മറ്റേതിനും അരി ഏറ്റവും മോശം അരിയാണ് കൊടുക്കുന്നത്. ആളുകളിത് വാങ്ങിക്കുകയാണ്. ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതും ഓക്കെ എന്നുള്ള മട്ടിലാണ്. ഏറ്റവും പ്രധാനം, അരി കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തവിടില്ലാത്ത അരി കഴിക്കരുത്. രാസവളവും കീടനാശിനിയും അടിച്ച അരിയും കഴിക്കരുത്. എങ്കിൽ തന്നെ അങ്ങനെ ചെയ്താൽ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും മനുഷ്യൻ. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്, സാംസ്കാരിക സംഘടനകൾക്ക്, വായനശാല കൂട്ടായ്മകൾക്ക്, ഇവർക്കെല്ലാം തന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്നാൽ കുറെ കൂടി മെച്ചപ്പെട്ട ആ നിലയിൽ CPM ഞാൻ നേരത്തെ കോൺഗ്രസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് കുറ്റവും കുറവും കാണുന്നതിന് പകരം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാവുന്നതാണ്. അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനകത്ത് 100% സിൻസിയറായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് അവർ സ്വയം മനസ്സിലാക്കണം. 100% സത്യസന്ധതയോട് കൂടിയിട്ട് ആണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കണം. വളരെ നന്ദി ശ്രീനിവാസൻ. ഓക്കെ, താങ്ക് യു. ക്ലോസ് അങ്ങോട്ട്. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ്, വിരൽത്തുമ്പിലെ സൂര്യൻ.